ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റവ കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ് ഇതിനു വേണ്ടി 3 കപ്പ് വെള്ളം, അതിലേക്ക് 2 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളുപ്പും കൂടി ഇടുന്നുണ്ട്. സ്നാക്സിനൊരു കളറ് കിട്ടാൻ വേണ്ടി കുറച്ച് ഫുഡ് കളറും കൂടി ചേർക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സാധാരണ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനെടുത്തത് സൺഫ്ലവർ ഓയിലാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട്. സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. റവ പാനിലേക്കിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. റവ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. അത്ര വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സ്നാക്സ് നെയ്യ് മാത്രം ഒഴിച്ചും ചെയ്യാം. കുക്കിംഗ് ഓയിലും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്നാക്സ് തണുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. മണമില്ലാത്ത ഏത് കുക്കിംഗ് ഓയിൽ വേണ്ടിക്കലും ഇതിനെടുക്കാം. ഇപ്പോൾ റവ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടാക്കി മാറ്റി വെച്ച വെള്ളവും കൂടി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് സാവധാനത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മുഴുവൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലായിരിക്കണം. ഇത് വെള്ളമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം ഡ്രൈ ആയിക്കോളും. അത് പിന്നെ എല്ലാവർക്കും അറിയാലോ. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് അടച്ച് വെക്കാം. ഫ്ലെയിം സിമ്മിലായിരിക്കണം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. റവ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര മെൽട്ടാകുമ്പോഴത്തേക്ക് റവ കുറച്ചും കൂടി സോഫ്റ്റ് ആവും. ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച മുന്തിരി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം, ലഡു പോലെ. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിതൊരു കപ്പിലേക്ക് മാറ്റുവാണ്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റവ കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. Okay friends, bye bye. Thank you for watching.